പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയപിതാവേ, ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ രക്ഷയുടെ ആവശ്യകതയെക്കുറിച്ചും ഞങ്ങൾക്ക് രക്ഷ നഷ്ടപ്പെട്ടു പോകാനുള്ള നാശം കടന്നു വരാനുള്ള കാരണങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾക്ക് അങ്ങ് തിരുവചനത്തിലൂടെ ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് ഈശോയുടെ കുരിശു മരണവും ഈശോ നൽകുന്ന കരുണയും സ്വന്തമാക്കിയെടുക്കാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യഥാർത്ഥമായ സത്യവചനങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഞങ്ങളെ ഒരുക്കി മനസാന്തരത്തിലേക്ക് നയിച്ച് അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങൾ സ്വന്തമാക്കി ജീവിതത്തിൽ വീണ്ടും ആ രക്ഷ കൈവരിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. ഞങ്ങൾ ഈ ശുശ്രൂഷയെ പങ്കുചേരുമ്പോൾ ഞങ്ങൾ ചേരുന്ന ഈ ശുശ്രൂഷയുടെ അഭിഷേകത്തിന്റെ ശക്തിയും വലിയ വിമോചനവും രക്ഷയും ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, സഭയിലേക്ക്, ലോകം മുഴുവനിലേക്കും നിറഞ്ഞു കവിഞ്ഞൊഴുകുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരനുഭവിക്കുന്ന വേദനകള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങള്, കർത്താവേ, എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കാരണം അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ ഈ ദിവസങ്ങളിൽ. അതെല്ലാം അറിഞ്ഞ് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന ഈ മക്കളുടെ മേൽ കർത്താവേ അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അങ്ങയ്ക്ക് അവിടെ മേൽ അനുകമ്പ തോന്നിയില്ലേ ഈശോയെ? ഈ മക്കളുടെ നേരെ അനുകമ്പ തോന്നി. ഇവിടെ ജീവിതത്തിൽ ഇടപെടണം. മക്കൾക്ക് പരീക്ഷയിൽ വിജയം നൽകണം. നന്നായിട്ട് പരീക്ഷ എഴുതണം. തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ട് കർത്താവെ. പരീക്ഷ പാസ്സായിട്ടും എങ്ങും എത്തിപ്പെടാൻ പറ്റാതെ ജോലി കിട്ടണില്ല, വിദേശത്ത് പോകാൻ പറ്റണില്ല, ഒത്തിരി വേദനിക്കുന്ന മക്കളുണ്ട് ഈശോയെ. എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കള്, തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കള്, സാമ്പത്തികമായി തകർന്നവര്, കുടുംബ സമാധാനമില്ലാത്ത മക്കള്, ചില ദുശ്ശീലം കടിമപ്പെട്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത മക്കള്, രക്ഷപ്പെടണമെന്നുള്ള ചിന്തയേ ഇല്ലാത്ത മക്കള്, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ ഇടപെടണമേ. പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല സ്വർഗവാസികളെ, രക്തസാക്ഷികളെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സെന്റ് മൈക്കിൾ, ഗബ്രിയൽ, റഫായൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം സാന്നിധ്യം നൽകണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ ഇന്നലെ കണ്ടു, ദൈവമനുഷ്യന് ജീവൻ നൽകിയത് ജീവനാകുന്ന ഈശോയെ തന്നുകൊണ്ടാണ്. ആ ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈശോ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ദൈവത്തിന്റെ കരവേലയാണ്. അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ദൈവം ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റുകളായി നമ്മൾ ദൈവം തരുന്ന മാനുവൽ അനുസരിച്ച് ജീവിക്കണം. ധ്യാനത്തിലൊക്കെ എപ്പോഴും പറയാറുണ്ട്, പ്രോഡക്റ്റ് മാനുവല് അതനുസരിക്കണം. നമ്മള് കസ്റ്റോഡിയൻസ് ആണ്. അപ്പൊ ഉണ്ടാക്കിയവൻ പറയുന്ന ആ മാനുവൽ അനുസരിച്ച് വേണം ജീവിക്കാൻ. അപ്പൊ ദൈവമായ കർത്താവ് നമ്മെ കരവേലച്ചതു. ദൈവം നമുക്കൊരു മാനുവൽ പോലെ ഒരു കാര്യം പറഞ്ഞിരുന്നു മനുഷ്യനോട്. എന്താ പറഞ്ഞ? ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. അപ്പോ മരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ നഷ്ടപ്പെട്ടു പോകും, ഈശോയെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഒരു കാരണവശാലും തിന്നരുത്. തിന്നരുത്. എന്നാ മനുഷ്യൻ എന്താ ചെയ്ത് നമുക്കറിയാം. പിശാച് വന്നിട്ട് എന്താ പറഞ്ഞ? തിന്നോ. ദൈവം പറഞ്ഞു തിന്നരുത്. പിശാച് വന്ന് പറഞ്ഞു മരിക്കില്ല. ദൈവം പറഞ്ഞിരുന്നു മരിക്കും. എന്നാൽ ദൈവത്തെ കേൾക്കേണ്ട മനുഷ്യൻ ദൈവത്തെ കേൾക്കാതെ പിശാചിനെ കേട്ടു. എന്നിട്ട് ഈ ഫലം പറിച്ചു തിന്നപ്പോ എന്തു പറ്റി? അവന് ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം പറയുന്നുണ്ട്, ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് പറയാ, മനുഷ്യനിൽ എന്റെ ചൈതന്യം, എന്റെ ജീവൻ
എന്നേക്കും നിലനിൽക്കുകയില്ല. അവൻ ജഡമാണ്. അവൻ ജഡമായിട്ട് മാറിപ്പോയി. മക്കളെ, ജീവൻ നഷ്ടപ്പെട്ടു, ജഡമായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഈശോ ഇല്ലാത്ത ഒരവസ്ഥ വന്നാൽ ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ദുരന്തം ജഡമായിട്ട് മാറും. നമുക്കറിയാം, നമ്മുടെ ആദ്യ മാതാപിതാക്കള് ആ കൃപയില്, ജീവനില്, ആ ഏദൻ തോട്ടത്തിലായിരിക്കുമ്പോ അവരെ തോട്ടത്തിൽ കൂടെ നടന്നിരുന്നത് നഗ്നരായിട്ടാണ്. നഗ്നരാണ് അവര്. എന്നാൽ ഒരു കുഴപ്പമില്ല, ജഡിക ആസക്തിയില്ല, അതൊരു അസ്വസ്ഥതയല്ല, അതൊരു പ്രശ്നമല്ല. മാത്രമല്ല അവരെല്ലാം ഭയങ്കര സ്നേഹത്തിലാണ്. ദൈവം കൂടെ വരുന്നു, ദൈവത്തിന്റെ കൂടെ നടക്കുന്നു. ഭയങ്കരമായൊരു ഐക്യം ദൈവത്തോടും അവർ തമ്മിലും അവനവരിലും പ്രകൃതിയോടും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ എപ്പോ ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ജഡമായിട്ട് മാറിയോ, ആ സമയം മുതല് ഇതുവരെ ഇല്ലാത്ത പ്രശ്നം, നഗ്നത പ്രശ്നമായിട്ട് മാറി. അവരപ്പം തന്നെ നമുക്കറിയാം, അത്തിയില കൊണ്ട് തുന്നിക്കൂട്ടി ഒരു ഉടയാടയുണ്ടാക്കി. വെയിലേറ്റപ്പോൾ അത് വാടി, എല്ലാം പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ആ പ്രശ്നമാകുന്ന സമയത്ത് ദൈവം ഇറങ്ങി വരുന്നുണ്ട്. ആടിന്റെ തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി. ആടിന്റെ തോലുണ്ടാകണമെങ്കിൽ ഒരാട് കൊല്ലപ്പെടണം. രക്ത സാന്നിധ്യമുള്ള, അതും പുതിയ നിയമത്തിലേക്ക് കുഞ്ഞാട് യേശുവിന്റെ രക്തസാന്നിധ്യം അവിടെ നമ്മൾ കാണാൻ പറ്റും. പാപപരിഹാരത്തിന്റെ, കൃപ നഷ്ടപ്പെട്ടതിന്റെ, ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ഒരു പരിഹാരം രക്തത്തിലൂടെ രക്തചിന്തലിലൂടെ കർത്താവ് രക്ഷയുടെ മാർഗം ഒരുക്കുന്നത് നമ്മൾ കാണുന്നതാണ്. നമ്മൾ അതിലേക്ക് പിന്നീട് വരും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നോർത്തുവെക്കേ, ജഡമായിട്ട് മാറി, നഗ്ന പ്രശ്നമായിട്ട് മാറി. അങ്ങനെ പിന്നീട് അവർ തമ്മിൽ വഴക്കായി. ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാണ്. ദൈവം വന്നപ്പോ ഓടി ഒളിക്കാണ്. പ്രകൃതി അവർക്കെതിരായി. നെറ്റിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കണം. കല്ലും മുള്ളും എതിർപ്പുകള് എല്ലാം പ്രതികൂലമായിട്ട് മാറി. ദൈവിക ജീവനില് നിറഞ്ഞു നിന്നപ്പോ എല്ലാം അനുകൂലമായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം അവന് പ്രതികൂലമായി. അവന്റെ സ്വഭാവം തന്നെ മാറി. അവനിൽ തന്നെ ആസക്തി. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ, ജഡമായി പോയ മനുഷ്യന് 3 സ്വഭാവങ്ങളുണ്ടെന്നാ പറയാ. ഒന്ന്, ഇര തേടുക. കുറെ ഇര തേടുക, തിന്നുക, കുടിക്കുക, സമ്പാദിക്കുക, ആസ്വദിക്കുക, ഇര തേടുക. 2, ഇണചേരുക. ജഡിക ആസക്തി, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മ്ലച്ഛമായ സിനിമകള് കാണുക, സംസാരിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുക. ഇണചേരുന്ന സ്വഭാവം. 3ാം സ്വഭാവം അലസത, മടി, ഉറക്കം. ദൈവികമായ കാര്യങ്ങളോട് താല്പര്യമില്ല, പഠിക്കാൻ താല്പര്യമില്ല, ഉറക്കത്തിന്റെ ഒരു പൈശാചികത. എന്നാൽ ജഡികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കമില്ലാതെ സിനിമ കാണുക, ഗെയിം കളിച്ചിരിക്കുക, മൊബൈൽ കണ്ടിരിക്കുക, ഉറക്കമില്ലാതെ ജഡിക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. നന്മയുടെ കാര്യം വരുമ്പോൾ ഉറക്കം, മടി, ക്ഷീണം. മനുഷ്യ പ്രകൃതിക്ക് ക്ഷതമേറ്റു എപ്പോ ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോ. ഇന്ന് ഈ ദൈവിക ജീവനില്ലാത്ത മക്കള് നോക്കി, നിങ്ങള് ഈശോയാൽ നിറയപ്പെട്ട്, ദൈവിക ജീവനാൽ നിറയപ്പെട്ട്, ദൈവകൃപയാൽ നിറയപ്പെട്ട് ജീവിക്കുന്ന മക്കള് ഈ പറഞ്ഞ പോലെ വിശുദ്ധിയില്, നന്മയില്, ദൈവബന്ധത്തില്, ഉദാശയില്, ജഡിക പാപമൊന്നുമില്ല, വലിയ സ്നേഹത്തില് ജീവിക്കും. മാതാപിതാക്കളോട്, ദൈവത്തോട്, തന്നോട് തന്നെ എല്ലാം അവർ വിശുദ്ധിയിലായിരിക്കും. എന്നാൽ ആ ദൈവത്തെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ തിന്നാൻ പോവുക, കറങ്ങാൻ പോവുക, വ്യഭിചരിക്കുക, പമ്പി പോവുക, ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെടുക, കാർന്നവന്മാരനുസരിക്കാതിരിക്കുക, പള്ളി പോകാതിരിക്കുക, പ്രാർത്ഥിക്കാതിരിക്കുക, ഇതെല്ലാം വരുന്നത് ഈ ജഡമായിട്ട് മാറിയപ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ജഡമായി പോയ മനുഷ്യന്റെ ഗതികേട് ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈശോയിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അനന്തര ഫലങ്ങൾ ഏറെയുണ്ട്. ഇനി ഉൽപ്പത്തി 6:5 പറഞ്ഞുണ്ട്. ദൈവകർത്താവ് പറയാ, മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും മലിനമാണ്. ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം പരിതപിച്ചു.
ദൈവം പരിതപിച്ചു. ഇതിനൊക്കെ ഒരു കാരണം എന്തെന്നറിയോ? ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു. അതാണ്, ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു. അതുകൊണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം അനുമതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു തിന്നരുത്. അത് നശിപ്പിക്കുന്ന കാര്യമാണ്, മരണത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്, ജീവൻ നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളോട് പറയാണ് വിഷം കഴിക്കരുത്. എന്തുകൊണ്ടാ? വിഷം കഴിച്ചാൽ മരിക്കും. എനിക്ക് കഴിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ്, മരണത്തിലേക്ക് നയിക്കുന്ന ഒന്ന്. അത് ചെയ്യുന്ന പറഞ്ഞ സ്നേഹം കൊണ്ട് പറഞ്ഞതാ. അത് നമ്മെ നിയന്ത്രിക്കാനോ നമ്മെ തടസ്സപ്പെടുത്താനോ ഇല്ല. വിഷം കഴിക്കരുത്, അല്ലെങ്കിൽ വെള്ളത്തിലടി പോയിട്ട് മുങ്ങി കിടക്കരുത്. ഒരു പരിധി വിട്ടാൽ നീ മരിക്കും. മോളിൽ നിന്ന് ചാടരുത്. അപ്പൊ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തി ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞാൽ ചെയ്യരുത്. അത് ചെയ്താൽ പിന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് വിഷം കുടിക്കാം, നമുക്ക് ചാടാം, മോളിൽ നിന്ന് ചാടാം, വെള്ളത്തടിയിൽ ഇങ്ങനെ വെള്ളത്തിൽ ചാടി മരിക്കാം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, മനുഷ്യനനുസരിച്ചില്ല, ജീവൻ നഷ്ടപ്പെട്ടു പോയി, ജഡമായിട്ട് മാറി. അവന്റെ ഹൃദയത്തിൽ ചിന്ത, ഭാവന എപ്പോൾ ദുഷ്ടിത മാത്രമായിട്ട് മാറി. ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചു. ഇന്ന് ഈ വചനങ്ങളെയും ഈ സത്യങ്ങളെയും ശരിക്കും ചിന്തിക്കുമ്പോ ജഡമായിട്ട് മാറിയ മനുഷ്യന്റെ ദുഷ്ടത, മ്ലേച്ഛത, അശുദ്ധി എല്ലാ മേഖലകളിലും ഇന്ന് നമുക്ക് കണ്ണാൽ നോക്കി കാണാം. അത്രമാത്രം മ്ലേച്ഛത. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ രക്ഷയിലേക്ക് തിരിച്ചു വരണം. ആരിലേക്ക്? യേശുവിലേക്ക്. ജീവൻ നൽകാൻ വേണ്ടി തന്നെ തന്നുകൊണ്ട് ജീവന്റെ സമൃദ്ധി നൽകി വീണ്ടും രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഈശോയെ സ്വീകരിക്കണം. ഇനി ഇങ്ങനെ പോയ മനുഷ്യന്റെ അവസ്ഥയിൽ നിന്ന് വരുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇനി കാണും നമ്മുടെ ജീവിതത്തിൽ. അതിനുശേഷമാണ് നമ്മൾ ഓശാന വിളികളോടെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുക, ജഡമായി പോയതിന്റെ ഗതികേട് ഒന്ന് പരിശോധിച്ച് നോക്കിയേ. നമ്മുടെ മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയേ? എല്ലാവരും പറയാറില്ലേ, 10ാം ക്ലാസ് വരെ എന്റെ മോൻ കർത്താവേ, അച്ഛ കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ, കഴിഞ്ഞ 4 മാസം മുമ്പ് വരെ എന്റെ മോൻ പള്ളിയിൽ ഉദാശയില് പ്രാർത്ഥനയിലൊക്കെ സജീവനായിരുന്നു. അത് വിട്ടു. ഇന്ന് എന്റെ മോൻ പഠിക്കത്തില്ല, അനുസരിക്കത്തില്ല, ഭയങ്കര ദേഷ്യം, മൊബൈൽ അടിമത്തം, കൂട്ടുകെട്ട്. കണ്ടോ? ഇത് സത്യമക്കളെ. അമ്പുരാന്റെ കൂടെ ജീവിക്കണ മക്കള് കൃപയിലായിരിക്കും, അവര് വിശുദ്ധിയിലായിരിക്കും. അവരെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട, കർത്താവ് തന്നെ അവർ നയിക്കും. അതുകൊണ്ട് ഈ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് അതിശക്തമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈശോ വന്ന് പിതാവായ ദൈവം ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ ഈശോയെ തന്നതും ഇതിനു വേണ്ടിയാണ്. ഈശോയെ നമുക്ക് കൂടിയേ തീരൂ. ഈശോ പോയാൽ ഇതൊക്കെയാണ് അവസ്ഥ. മക്കളെ, തിരിച്ചറിവോടെ നമുക്ക് ഈശോയിലേക്ക് വരാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചും ഞങ്ങളുടെ അവസ്ഥകളെ കുറിച്ചും ഒക്കെ ആഴത്തിൽ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ രക്ഷയിലേക്ക്, അങ്ങയിലേക്ക് അടുപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയെ നഷ്ടപ്പെട്ടാല്, അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് ഇല്ലാതെ പോയാല് ഞങ്ങൾ ജഡമായി പോകുന്നു. ഞങ്ങളുടെ മക്കള് ജഡമായിട്ട് മാറുന്നു. ജഡമായിട്ട് മാറിയാൽ സംഭവിക്കുന്ന ദുരന്തങ്ങള്, ഇരതേടുന്ന, ഇണചേരുന്ന, ഉറങ്ങുന്ന സ്വാഭാവിക മനുഷ്യ പ്രകൃതി ജഡിക പ്രകൃതിയിലേക്ക് പോകുന്നു. ഹൃദയത്തിലെ ചിന്തയും ഭാവനകളും ഒക്കെ എപ്പോഴും ദുഷിച്ചത് മാത്രമായിട്ട് മാറിപ്പോകുന്നു എന്ന സത്യം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നല്ലോ. ഈശോയെ, തിരിച്ചറിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് നിറച്ചു നൽകണമേ. ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അങ്ങ് അതിന് പരിഹാരമാണ്. ജഡമായി പോയ അവസ്ഥയിൽ നിന്ന്, നശിച്ചുപോയ അവസ്ഥയിൽ നിന്ന് ജീവൻ തരാനും രക്ഷിക്കാനും വേണ്ടി കുഞ്ഞാടിന്റെ രക്തസാന്നിധ്യമുള്ള തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി അങ്ങ് ആ നാശത്തെ, അങ്ങ് ആ ശിക്ഷയെ അവിടുന്ന് കുറച്ചു. എന്നിട്ട് വീണ്ടും പുതിയ നിയമത്തില് അങ്ങയിലൂടെ അങ്ങ് പരിപൂർണമായ രക്ഷയിലേക്ക് നയിച്ചു. ആ ദിവ്യ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അങ്ങയോട് കൂടുതൽ എടുക്കുവാൻ, അങ്ങയെ സ്വന്തമാക്കുവാൻ, അങ്ങയിലൂടെ അല്ലാതെ നഷ്ടപ്പെട്ടു പോയ ജീവനോ, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയോ,
തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല എന്ന തിരിച്ചറിവോടെ അങ്ങയിലേക്ക് തിരിയുവാൻ ഈശോയെ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ, ഈ ലോകത്തെ അനുഗ്രഹിക്കണമേ. അങ്ങ് പറഞ്ഞില്ലേ വിശുദ്ധ ഫൗസ്റ്റീനായോട്, മനുഷ്യവർഗം, ക്രിസ്ത്യാനി മാത്രമല്ല മനുഷ്യവർഗം എന്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ കരുണയെ ഞങ്ങൾ അറിയട്ടെ, ഈ കരുണയുടെ ആവശ്യകത അറിയട്ടെ. അങ്ങനെ കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും സഭയും വൈദികരും സന്യസ്തരും തിരിച്ചറിവോടെ അങ്ങയെ സ്വീകരിക്കട്ടെ. എന്നിട്ട് അങ്ങയെ ലോകത്തിന് കൊടുത്ത് ലോകം മുഴുവനും അങ്ങയിലൂടെ രക്ഷ പ്രാപിക്കുന്ന വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ നഷ്ടപ്പെട്ടു പോയതിന്റെ ജഡമായതിന്റെ അവസ്ഥകൾ ഞങ്ങൾ കാണുന്നു. യുദ്ധങ്ങൾ, വിദ്വേഷങ്ങൾ, വെറുപ്പ്, ജഡികാസക്തി, മ്ലേച്ഛത, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമായിരിക്കുന്നു. മറ്റു വഴിയുള്ള കർത്താവ് രക്ഷപ്പെടാൻ അങ്ങാണ് വഴി, അങ്ങാണ് സത്യം, അങ്ങാണ് ജീവൻ. ശിരസ്സ് നമിച്ച് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈശോയെ എഴുന്നള്ളി വരണമേ. പരീക്ഷ എഴുതുന്ന മക്കളെ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കൾ ഈശോയാൽ നിറയപ്പെട്ട്, ഈശോയാൽ നയിക്കപ്പെട്ട് പരീക്ഷ എഴുതട്ടെ, വിജയം വരിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. എല്ലാ കൃപകൾക്കും വ്യക്തിപരമായ നിയോഗങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ അനുഗ്രഹം നമുക്ക് യാചിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവ് എല്ലാ വരങ്ങളും കൃപകളും ചിന്തയും യഥാർത്ഥമായ സത്യം തിരിച്ചറിഞ്ഞ് അങ്ങേ സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിച്ച എന്റെ മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങാണ് രക്ഷ, അങ്ങാണ് ജീവൻ, അങ്ങയിലൂടെ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. ഏറ്റുപറയുന്നു, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച്